ഹായ് ഓൾ. ഇപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ ആമിക്ക് ഫീഡിങ് നിർത്തി, അവളുടെ പാല് കൂടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് അമ്മമാർ ഇതുപോലെ അവരുടെ മക്കളെ ഫീഡിങ് നിർത്താൻ വേണ്ടി ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്, സിമ്പിളായിട്ടുള്ളൊരു സംഭവം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫീഡിങ് നിർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊതുവേ പറയാറ് 2 വയസ്സ് വരെ പാല് കൊടുക്കണം എന്നാണല്ലോ. ഇപ്പോൾ ഡോക്ടേഴ്സും ഒക്കെ സജസ്റ്റ് ചെയ്യാറ് അങ്ങനെയൊക്കെ തന്നെയാണ്. 2 വയസ്സ് വരെ നമ്മൾ പാല് കൊടുക്കണം. അതിന് മുന്നേ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിർത്തേണ്ടി വരും. ഇപ്പോൾ ചിലർ ഇതുപോലെ മക്കൾ ഫുഡ് കഴിക്കുന്നില്ല, ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഫീഡിങ് അല്ലെങ്കിൽ മുലപ്പാലിനോട് അഡിക്ഷനുള്ള കുട്ടികളുണ്ടാവും. അവർ പാല് മാത്രമേ കുടിക്കുള്ളൂ, ബാക്കി ഫുഡൊന്നും കഴിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളവർ നേരത്തെ ഫീഡിങ് നിർത്തുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ, അതായത് ഇപ്പോൾ മക്കൾക്ക് 2 ഇയേഴ്സിനൊക്കെ മുന്നേ നെക്സ്റ്റ് പ്രഗ്നൻസി വരുമ്പോൾ ഡോക്ടേഴ്സ് ഇതുപോലെ സജസ്റ്റ് ചെയ്യുമല്ലോ ഫീഡിങ് നിർത്തണം എന്ന്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലും ഫീഡിങ് നിർത്താറുണ്ട്. പിന്നെ പേഴ്സണൽ ഇഷ്യൂസൊക്കെ കാരണം ഫീഡിങ് നേരത്തെ നിർത്തുന്ന പാരൻസ് ഉണ്ട്. ഇപ്പോൾ വർക്കിൻ്റെ ബിസി ഷെഡ്യൂളോ അങ്ങനെയൊക്കെ കാരണം ഫീഡിങ് നേരത്തെ നിർത്തുന്ന അമ്മമാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ കാരണമാണ് നേരത്തെ ഫീഡിങ് നിർത്തുന്നവർ, മീൻസ് നേരത്തെ ഫീഡിങ് നിർത്താറുള്ളത്. അതല്ലെങ്കിൽ പൊതുവേ എല്ലാവരും ഒരു 2 വയസ്സ് വരെയൊക്കെ പാല് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനും ആമിക്ക് 2 ഇയേഴ്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഫീഡിങ് നിർത്താനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ആമിയുടെ ബർത്ത്ഡേ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് 2 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഫീഡിങ് നിർത്താനുള്ള ഒരു പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും പറയാറ്, നമ്മൾ ഒറ്റയടിക്ക് ഫീഡിങ് നിർത്തരുത്, പതുക്കെ പതുക്കെ നിർത്തി കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പോൾ ഫീഡിങ്ങിൻ്റെ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കുക. ഇപ്പോൾ ഡേ ടൈമിലൊക്കെ ഒരുപാട് ടൈം നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ടുവരിക. അപ്പോൾ ഒരു 5-6 പ്രാവശ്യമൊക്കെ ഫീഡ് ചെയ്യുന്ന പാരൻസ് ആണെങ്കിൽ അത് മാറ്റി 2-3 പ്രാവശ്യമൊക്കെ പാൽ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ പതുക്കെ കുറച്ച് കൊണ്ടുവന്നാൽ അത് മക്കൾക്ക് ഒരു പെട്ടെന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് പാൽ കുടിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഡേ ടൈം ആണെങ്കിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് കരയും. അപ്പോൾ ബൂബി വേണമെന്നാണ് പറയുക പാല് കുടിക്കണമെങ്കിൽ. അപ്പോൾ ബൂബി വേണമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വാശി പിടിക്കുന്ന സമയത്ത് അപ്പോൾ ഫീഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു 1 ഇയർ ഒക്കെ കുറച്ച് കഴിഞ്ഞ സമയത്ത് പതുക്കെ അത് കുറച്ച് കൊണ്ടുവന്നു. ഡേ ടൈമിൽ അവൾ ഫീഡിങ് മീൻസ് അവൾക്ക് അങ്ങനെ പാല് വേണം എന്ന് പറഞ്ഞ് വാശി കുടിക്കാറില്ല. ഉറങ്ങുന്ന ടൈമിൽ പക്ഷേ വേണം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് അവൾ ഉറങ്ങാറുണ്ട്. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആവുന്ന സമയത്ത് ഒരു ഉറക്കമുണ്ട് അവൾക്ക്. ആ സമയത്ത് എന്തായാലും പാല് കുടിക്കണം. അപ്പോൾ പൂബി വേണം എന്ന് പറഞ്ഞിട്ട് കരയാറുണ്ട്. അതുപോലെ തന്നെ നൈറ്റും ഇതുപോലെ ഉറങ്ങുന്നതിന് മുന്നായിട്ട് ബൂബി വേണമെന്ന് പറഞ്ഞിട്ട് പാൽ കുടിച്ചിട്ട് തന്നെയാണ് അവൾ ഉറങ്ങാറുണ്ടായിരുന്നത്. അപ്പോൾ ഡേ ടൈമിൽ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നൈറ്റ് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആവും എന്തായാലും കിടക്കാനായിട്ട്. അപ്പോൾ ആ സമയത്തായിരിക്കും അവൾ ഒന്ന് ഉറങ്ങി എണീക്കുന്നത്. അപ്പോൾ എനിക്കും ഉറങ്ങാൻ പറ്റില്ല. അവളിതുപോലെ അങ്ങനെ പാല് കുടിച്ചുകൊണ്ട് അവൾക്ക് കിടക്കണം. പെട്ടെന്ന് ഉറങ്ങുമൊന്നുമില്ല. ഒരു 1/2 hour 1 hour ഒക്കെ നീണ്ടു പോവും ഫീഡിങ്. അപ്പോൾ നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉറക്കം കിട്ടില്ല അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും 2 ഇയേഴ്സ് കഴിഞ്ഞ് ഫീഡിങ് നിർത്തണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയാണ് ഈ ഒരു ടിപ്പ് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നെയും എൻ്റെ ബ്രദറിനെയൊക്കെ പാലുകൂടി മാറ്റാനായിട്ട് ഈ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ഐറ്റം എന്താണെന്ന് വെച്ചാൽ കിരിയാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടി. അതൊരു ഈ നാട്ടിൻപുറത്തും നമുക്കിവിടെ പറമ്പുകളിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മളിവിടെ കിരിയാത്ത എന്നാണ് പറയുന്നത്. അപ്പോൾ കിരിയാത്ത യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആമിയുടെ പാലുകൂടി അല്ലെങ്കിൽ ഫീഡിങ് മാറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്പ്പാണ്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം. ആര്യവേപ്പൊക്കെ ഇല്ലേ, ആര്യവേപ്പിനേക്കാളും ഇരട്ടി കയ്പ്പാണ്. കാരണം നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു എല്ലായിടത്തും ഇങ്ങനെ കയ്യിൽ തിരുമ്പിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു കയ്പ്പ്, ഒരു ചവർപ്പ്, ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ബൂബു ആണ്, എനിക്ക് വയ്യ,
ബൂബി എന്നാണ് പാൽ കുടിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ബൂബി വയ്യ, ബൂബു ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സംഭവം നേരത്തെ നിപ്പിളിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കിരിയാത്ത ഭയങ്കര കയ്പ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു 1-2 ഇല എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ തിരുമ്മിയിട്ട് അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു നീര് കിട്ടും. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബൂബു എന്നൊക്കെ പറഞ്ഞാലൊന്നും അവർ അത് മൈൻഡ് ചെയ്യില്ലല്ലോ. അവർക്ക് ഉറങ്ങുന്ന സമയത്ത് എന്തായാലും പാൽ കുടിക്കേണ്ടി വരും. അപ്പോൾ അത് ഓൾറെഡി പുരട്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ വയ്യ, ബൂബു ആണ്, ബൂബി കുടിക്കേണ്ട, എനിക്ക് വേദനിക്കും, ബൂബു ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോഴൊന്നും അവൾ ഇതാക്കിയില്ല, ഇല്ല ബൂബു ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുടിച്ചു. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് വായിൽ വെച്ച സമയത്തെ അതിൻ്റെ ഒരു കയ്പ്പ് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര കയ്പ്പാണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര കയ്പ്പാണ്. അപ്പോൾ അത് കിട്ടിയപ്പോഴവൾ ഈ വേണ്ടാക്കി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വിചാരിച്ചത് ഈ ബൂബു ആയ കാരണമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുറിവായ വയ്യാത്ത കാരണമാണ് ഈ ഒരു ടേസ്റ്റ് വന്നതെന്നുള്ള ഒരു തോട്ടാണ് അവളെ മൈൻഡിലേക്ക് വന്നത്. അപ്പോൾ അത് കാരണം അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അന്ന് നൈറ്റ് പിന്നെ പാലൊന്നും കുടിച്ചില്ല. ഉറക്കത്തിൽ ഇതുപോലെ നീറ്റ സമയത്തും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേണോ, ബൂബു ആണല്ലോ, വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട, ബൂബു അല്ലേ, വേണ്ടാന്ന് പറഞ്ഞു. കാരണം അവളെ മൈൻഡിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ നീറ്റ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ ബൂബു മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ. അങ്ങനെ ഡേ ടൈം അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡേ ടൈമിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. ഇപ്പോൾ ഈ ഫീഡിങ് മാറ്റിയത് കൊണ്ട് ഡേ ടൈം ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നൈറ്റ് ആവുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് ഉറക്കം വരുമല്ലോ, അവൾക്ക് ഉറക്കം വരും. ഡേ ടൈമിൽ ആ ഒരു ഉറക്കം ഉണ്ടാവും, നൈറ്റിൽ ഉറക്കം കൂടെ വരുമ്പോൾ അങ്ങനെ കുഴപ്പമില്ലാണ്ട് ഉറങ്ങും. പക്ഷെ പകൽ ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഫുഡ് ഇപ്പോൾ പാല് കുടിക്കുന്ന ഒരു ഓർമ്മ വരുന്ന സമയത്ത് കിട്ടില്ല എന്ന് തോന്നുമ്പോൾ വിശക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഫുഡൊക്കെ ചോദിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കുന്നതും കുറച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ഒരു 2 days അങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ എന്തായാലും അവൾക്ക് മനസ്സിലായി സംഭവം കിട്ടില്ല, ബൂബു ആണ്. പിന്നെ അങ്ങനെ മറന്നുപോയി. ഞാൻ ഒരു 2-3 days എടുത്തു മാറ്റിയെടുക്കാനായിട്ട്. എനിക്ക് 1 day മതിയായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലുള്ളൊരു അബദ്ധം കാരണമാണ് അത് കുറച്ച് നീണ്ടുപോയത്. കാരണം നമ്മൾ അമ്മമാർക്ക് അറിയാമല്ലോ, നമ്മൾ ഭയങ്കര ചിലപ്പം സെൻറ്റിമെൻ്റലാവും, ഇമോഷണലാവും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അതുപോലെ നൈറ്റായ സമയത്ത് ഒരു ദിവസം, അതായത് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് അവൾ പാല് കുടിച്ചില്ല. നെക്സ്റ്റ് ഡേ ഇതുപോലെ അവൾ ഉറക്കത്തിൽ നിന്ന് നീറ്റ സമയത്ത് അമ്മ ബൂബി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോർമലി പറയാറുണ്ട് അവളുടെ അടുത്ത്, ബൂബു ആണ്, വേണമെങ്കിൽ കുടിച്ചോ എന്നുള്ള രീതിയിൽ ഞാൻ അവൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം അവൾ വേണ്ട, ബൂബു അല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ആ ഒരു തോട്ടായിരുന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ഇതുപോലെ അതൊന്നും പുരട്ടാണ്ട് കൊടുത്തു. അപ്പോൾ അവൾ ഉറക്കത്തിലാണല്ലോ, ആ ഒരു ഓർമ്മയിൽ അവളെടുത്ത് കുടിച്ചു. അപ്പോൾ അങ്ങനെ കുടിച്ചു കേട്ടോ. അപ്പോൾ കൊടുക്കണ്ടായിരുന്നു, എനിക്ക് കൊടുക്കാണ്ടിരുന്ന അവൾ കുടിക്കില്ലായിരുന്നു. പക്ഷെ അവൾ കുടിച്ചു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ബൂബു മാറിയെന്ന്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ ബൂബു മാറിയില്ലേ? ബൂബു മാറി, ഇപ്പോൾ ബൂബു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ബൂബു ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ബൂബു മാറിയെന്ന്. അപ്പോൾ എനിക്ക് ഡൗട്ടായി. ഞാനാണെങ്കിൽ ഇത് ഫീഡിങ് നിന്നല്ലോ, ഇനി പാല് കുടിക്കില്ല എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള കിരിയാത്ത ഞാൻ ചെടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഒഴിവാക്കി. അങ്ങനെ ഞാൻ പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയുണ്ടല്ലോ, അത് എടുത്തു. അടുത്ത വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ആര്യവേപ്പ് എടുത്ത് അരച്ചു, അത് തേച്ചു നെക്സ്റ്റ് ഡേ. കാരണം ഇനി എങ്ങാനും ബൂബു മാറി എന്നുള്ള ഒരു തോട്ട് വെച്ചിട്ട് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തു. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ. അവൾ അത് ഉറക്കത്തിലല്ലേ കുടിച്ചത്. അപ്പം നെക്സ്റ്റ് ഡേ പിന്നെ അത് മറന്നു തോന്നുന്നു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചില്ല. ഞാൻ ബൂബു ആണോ എന്ന് പറഞ്ഞു, വേണമെങ്കിൽ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട, ബൂബു അല്ലേ, വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ 1-2 days അങ്ങനെ പോയി. പക്ഷേ എന്താ പറയുക, നമുക്ക് പാരൻസിന് ഭയങ്കര ഒരു ഇമോഷണൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു ടൈമാണല്ലോ ഫീഡിങ് നിർത്തുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഇവളിതുപോലെ ചിലപ്പം കരഞ്ഞിട്ടൊക്കെയാണ് ഉറങ്ങുന്നുണ്ടാവുക. ഇങ്ങനെ ബൂബി വേണം എന്നുള്ള ഒരു സംഭവം മനസ്സിലുണ്ടാവും. പെട്ടെന്ന് അവരങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യല്ലേ. അപ്പോൾ ഇങ്ങനെ തോളത്തിട്ട് അവളെ ഉറക്കി അങ്ങനെയൊക്കെയാണ് ഉറക്കുക. കാരണം അവളെ എടുക്കണം, ഭയങ്കരമായിട്ട് വാശി കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ഉറക്കാറ്.
അപ്പോൾ അതുപോലെ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ എന്താ ഒരു വാശി കാണിക്കുമ്പോൾ ദേഷ്യപ്പെടാണ്ട് ജസ്റ്റ് അവരെ കൂടെ നിൽക്കുക, അവരെ ജസ്റ്റ് ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് അങ്ങനെ ഉറക്കുക. നമ്മളെപ്പോഴും കൂടെ നിന്ന് അങ്ങനെ ഒരു കെയർ ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ പിന്നെ അവർ ഓട്ടോമാറ്റിക്കലി അത് മറന്നോളും. അവർക്കത് ഇമോഷണലി ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എനിക്കും ഭയങ്കര ഇമോഷണലായിരുന്നു. 2 days ഞാനും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇമോഷണലായിട്ട് നിർത്തരുത്. ലൈക്ക് ഇപ്പോൾ അടുത്ത ദിവസം ഒന്ന് കൊടുക്കാം, വേണ്ട അടുത്ത ദിവസം കൊടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ദിവസം നിർത്തി അടുത്ത ദിവസം നമ്മൾ കൊടുത്തു, അങ്ങനൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വർക്കാവില്ല. അപ്പോൾ നിർത്താൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് നിർത്തുക. അതായത് ഒരു ദിവസം കൊടുത്തില്ല, അവർക്ക് വേണ്ട, അവർ പാല് കുടിക്കാണ്ട് ഓക്കെ ആയി, അവർ ഉറങ്ങി അങ്ങനെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ മുതൽ അങ്ങനെ നിങ്ങൾ കൊടുക്കരുത്. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് നമ്മുടെ ട്രിക്കുകളൊന്നും ഏൽക്കില്ല. ലൈക്ക് ബൂബുവാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കയ്പ് തേച്ചാലൊക്കെ അവർക്ക് അറിയാം അത് നമ്മളെന്തോ ചെയ്യുന്നതാണ്, അല്ലാണ്ട് അങ്ങനെ വരുന്നതല്ല എന്നുള്ള ഒരു തോട്ട് വന്നിട്ട് അത് വർക്കാവണം എന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഞാനിപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതി എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. എനിക്ക് ഈ ഒരു കിരിയാത്ത കാരണം ഫീഡിങ് നിർത്താൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇമോഷണലി അവർ എന്താണ് ബൂബു ആണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ അവർക്കറിയാം വയ്യ ബൂബു ആണ്, അതായ കാരണമാണ് ഈ ഒരു കയ്പ്പ് ടേസ്റ്റ് വന്നത് എന്നുള്ള ആ ഒരു വിചാരമാണ് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആമിയുടെ ഫീഡിങ് എന്തായാലും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 years മുന്നേയൊക്കെ ഭയങ്കരമായിട്ട് പാലൊക്കെ ഉള്ള പാരൻസ് ഉണ്ടായിരിക്കും അല്ലേ. 2 years കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് പാലുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ച് ദിവസം ഈ കുട്ടികൾ പാല് കുടിക്കാണ്ടാവുമ്പോൾ പെയിനും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ പാല് ഭയങ്കരമായിട്ട് സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഡോക്ടേഴ്സിനൊക്കെ കൺസൾട്ട് ചെയ്യാം. കാരണം ഈ പാല് കുറയാനുള്ള മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനൊക്കെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഇത് എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത ഈ ഒരു ജേർണീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഫീഡിങ് നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വർക്കൗട്ട് ആയെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യുക കേട്ടോ. സോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.